തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണെന്ന്. കാരണം നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ആൾക്കാർ നോക്കുന്ന ഒരു ദിവസമാണെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും ഇത്. സർപ്രൈസ് ഒളിപ്പിച്ചിട്ടുണ്ടോ? ഒരുപാട് സർപ്രൈസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തിരുവനന്തപുരം ജനത തിരുവനന്തപുരം എന്നല്ല, നമ്മുടെ ഈ ഒരു ബഡ്ജറ്റോടുകൂടി നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് വിശ്വാസമുണ്ട്. നമുക്ക് ഭരണത്തിൽ വന്ന ശേഷമുള്ള എനിക്കെന്നല്ല നമ്മളെല്ലാ കൗൺസിലേഴ്സിനും ആദ്യത്തെ ഒരു അനുഭവമാണ് ബഡ്ജറ്റ് അവതരണം എന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ കുറേ നാളുകളായിട്ട് ഒരുപാട് പേര്, കാരണം പല ദിവസങ്ങളും ഞങ്ങൾ എത്തുന്നത് വെളുപ്പിന് 4:30 ആയിരിക്കും. ഇന്നലെ എത്തിയപ്പോൾ 3:30, തലേ ദിവസം ഒരു 4-4:30 നമ്മൾ വീട്ടിൽ അത്രയ്ക്കും ദിവസം രാത്രി അവിടെ അത്രയ്ക്കും പ്രിപ്പറേഷൻ, അത്രയ്ക്കും ഓരോ വിദഗ്ധരെയും ഓരോ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് കൗൺസിലേഴ്സ്, ഒരുപാട് ആളുകളെല്ലാം തന്നെ ചേർന്നിട്ടൊരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇത്രയും പേരുടെ കഷ്ടപ്പാടൊക്കെ തന്നെ നല്ലൊരു വിജയമായിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്.